ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതലുള്ള ഭാഗങ്ങളാണ്. യേശുദമ്പുരാനും മാതാപിതാക്കളും യെരൂശലേമിലേക്ക് പെരുന്നാൾ ആഘോഷത്തിനായിട്ട് പോവുകയാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. മാതാപിതാക്കൾ കരുതുകയാണ് ബന്ധുമിത്രാദികളുടെ കൂടെയുണ്ടെന്ന്. അവരുടെയൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതി അന്വേഷിക്കുമ്പോൾ അവരുടെ ആരുടെയും കൂടെയില്ല. ഒടുവിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് മടങ്ങി പോവുകയും അവിടെ വെച്ച് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് സുവിശേഷ ഭാഗം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതമൊക്കെ ഇന്ന് ഇതുപോലെയാകുന്നുണ്ട്. ആധ്യാത്മിക സംഘടനകളുണ്ട്, പള്ളിയിലുണ്ട്, കമ്മിറ്റിയിലുണ്ട്, പള്ളിയിലെല്ലാ പള്ളി പ്രമാണികളായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഭവനങ്ങളിലാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ യേശു എവിടെയോ നഷ്ടമായി പോയിട്ടുണ്ട്. യേശു ഇല്ലാതെ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യർത്ഥമാണ് കേട്ടോ. യാതൊരു കാര്യവുമില്ല. കർത്താവ് കൂടെയുണ്ടോ എന്നുള്ളതാണ് പ്രതിപാദ്യ വിഷയം. അവർ മടങ്ങിപ്പോയി ഒരു കർത്താവിനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവർ, ഈ ക്രൈസ്തവ ജീവിതത്തിനകത്ത് ക്രിസ്തു കൂടെയില്ലാതെ നമ്മുടെ യാത്ര എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്? തമ്പുരാൻ്റെ കൈപിടിക്കാതെ എങ്ങനെ ഈ യാത്ര വിജയിക്കാനായിട്ട് ഇടയായിത്തീരും? വഴിയാത്രയിൽ എവിടെയോ ക്രിസ്തു നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരണം. അവൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യാം. കഴിഞ്ഞ വർഷം ഏതെങ്കിലും വിചാരത്താലോ വചനത്താലോ പ്രവൃത്തിയാലോ നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൻ്റെ ഇടപെടലുകളാലോ ഒക്കെ ക്രിസ്തു നഷ്ടമായി പോയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരണം. തമ്പുരാൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യാം. ആ യാത്രയ്ക്ക് ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ആ യാത്രയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും. ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് മാതാപിതാക്കൾ പോയി. ആ വാക്ക് തന്നെ എന്തൊരു സന്തോഷമാണ്. നമുക്ക് ഈ യാത്രയിൽ അവൻ്റെ കൂടെ യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പുതുവർഷാശംസകളും.